അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കേരള മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണകാലത്തെ ഒരു ആപ്ത വാക്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അത് അറിയുന്നുണ്ടാവും. അതിവേഗം ബഹുദൂരം മുന്നോട്ട് എന്നതാണ് ആ ആപ്തവാക്യം. ഇതിന്റെ അർത്ഥഫലങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ചർച്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയല്ല, മറിച്ച് ഈ വാക്യം വിളിച്ചോതുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഇതിന്റെ അർത്ഥതലങ്ങൾ ഇന്നിന്റെ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറെ ബോധ്യപ്പെട്ടവരായിരിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിന് ശേഷം വളരെയധികം നാം അനുഭവിച്ച് മനസ്സിലാക്കിയവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ ഉൾപ്പൊരുൾ കാലത്തിനൊത്ത് നാം സഞ്ചരിക്കുക എന്നുള്ളതാണ്. അഥവാ തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്ത് നാം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നാം മാറ്റി നിർത്തപ്പെടും. നാം ചിത്രങ്ങളിൽ ഉണ്ടാവുകയില്ല. നമ്മൾ ചിത്രങ്ങളില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ കാലത്തിനൊത്ത് നാം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമ്മുടെ മക്കൾ പ്രതിനിധാനം ചെയ്യേണ്ടത് 15 വർഷങ്ങൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ്. ആ കാലഘട്ടത്തിലാണ് അവർ ഖോദയിലേക്ക് ഇറങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നിർബന്ധമായിട്ടും അവർ ഉൾക്കൊണ്ടിരിക്കണം. അത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇസ്സത്ത് നോളജ് ക്യാമ്പ് മാനേജ്മെന്റ് ഒക്കെ അതിനെക്കുറിച്ച് പഠിച്ച് നമ്മുടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കോഴ്സാണ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ യഥാർത്ഥ ഉള്ളടക്കം നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം, അബാക്കസ്, സ്കേറ്റിംഗ്, മാർഷൽ ആർട്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വർക്ക് എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കോഴ്സുകളാണ്. ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ ഞാൻ പറയാതെ മനസ്സിലാവുന്നവരുണ്ടാവും. എന്നിരുന്നാലും ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്, എന്തിനാണ് അക്കാഡമിക് സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു പ്രോഗ്രാംസ് നാം സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് എന്ന്. ആ ആളുകൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കോഴ്സ്, ഈ സ്കിൽ പ്രോഗ്രാംസ് എല്ലാം എല്ലാ കുട്ടികളും ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ സമയം അതിന് അനുവദിക്കുന്നതല്ല. ആയതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഒരു കോഴ്സ് എന്നുള്ളത്. എന്നാലും നമ്മൾ ആലോചിക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാനുള്ള സാഹചര്യത്തെക്കുറിച്ച്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡ്രോബാക്സും മെറിറ്റുകളൊക്കെ ഉണ്ടാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് നമ്മുടെ അക്കാഡമിക് സമയം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും രക്ഷിതാക്കൾ ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ 4 കോഴ്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അബാക്കസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് മാത്തമാറ്റിക്കൽ സ്കില്ലാണ്, അതിൽ മാത്സ് റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു അബാക്കസിൽ ഒരു കുട്ടി പങ്കെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് ഉണ്ടാവുന്ന സ്കില്ലുകളിൽ ചിലത് ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് മാത്രം. ഒന്ന് മാത്തമാറ്റിക്കൽ സ്കില്ലാണ്, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, കുട്ടിയുടെ ചിന്തകളിൽ, അതുപോലെ തന്നെ മെമ്മറി എൻഹാൻസ്മെന്റ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഇതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നതല്ല, മറിച്ച് അതിനോടൊപ്പം തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള സ്കില്ല്, അതുപോലെ തന്നെ പഠനങ്ങളിൽ മറ്റു വിഷയങ്ങളിലൊക്കെയുള്ള കോൺസെൻട്രേഷൻ, ഇങ്ങനെ അബാക്കസിൽ വരുന്ന സ്കില്ല് മാത്രമാണിത്.
അതുപോലെ സ്കേറ്റിംഗിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാം കാണുന്നത് ഒരു ചക്ര ഷൂവിൽ അവർ പല അഭ്യാസങ്ങൾ കാണിക്കുന്നതാണ്. എന്നാൽ ആ സ്കേറ്റിങ്ങിലൂടെ ഒരു കുട്ടി പഠിക്കുന്നത് ബാലൻസിങ് ആൻഡ് കോർഡിനേഷൻ കുട്ടി പഠിക്കുന്നു. കുറെ ആളുകൾ ഇങ്ങനെ ഈ ഒരേ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു കുട്ടി കോർഡിനേഷൻ സ്കില്ല് പഠിക്കുന്നു, ബാലൻസിങ്. നമ്മുടെ പാദങ്ങളിൽ ആണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്, പക്ഷെ ഈ ചക്ര ഷൂവിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ബാലൻസിങ് കുട്ടി പഠിക്കുന്നു. ഫിറ്റ്നസ്, ഡിസിപ്ലിൻ, കോൺഫിഡൻസ്, സ്ട്രെസ് റിലീഫ്, ഇങ്ങനെ തുടങ്ങി ഓരോ സ്കില്ല് ഇതിന്റെ പിന്നിലുണ്ട്. ഇനി സൂചിപ്പിക്കുന്ന മാർഷൽ ആർട്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ ആൻഡ് റെസ്പെക്ട്, ഫിസിക്കൽ ഫിറ്റ്നസ്, സെൽഫ് കൺട്രോൾ, ടീം വർക്ക്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്തും മറ്റുമൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അഥവാ വർദ്ധിക്കുന്നത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കുകയാണ്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വരുന്ന സമയത്ത് അനലിറ്റിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതുപോലെ തന്നെ ടെക്നോളജി അപ്ഡേറ്റ്, ഇന്നോവേഷൻസ്, ഫ്യൂച്ചർ റെഡിനെസ് എന്ന് പറയുന്ന സമയത്ത് വരാനിരിക്കുന്ന കാലഘട്ടത്തെ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കുകയും ഇനി വരാനിരിക്കുന്ന കാലഘട്ടം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇനി വർക്ക് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ സമയത്ത് പ്രാക്ടിക്കൽ നോളജ്, ടൈം മാനേജ്മെന്റ്, ഇന്റർപേഴ്സണൽ ആൻഡ് ഇൻട്രാപേഴ്സണൽ സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെ തുടങ്ങി ഓരോ കോഴ്സിലും നിർബന്ധമായിട്ടും ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത സ്കില്ലുകളുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവേണ്ടതാണെങ്കിൽ പോലും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഈ കോഴ്സിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇങ്ങനെ ഓരോ കോഴ്സിന്റെ പിന്നിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇത്തരം കോഴ്സുകളിലേക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്യിപ്പിക്കണമെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അൽഹംദുലില്ലാഹ് വളരെ വിജയകരമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 7 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്കറിയാം, നിലവിൽ ഒരു റോൾ മോഡൽസ് നമുക്കില്ല. ദൈനംദിനം നമ്മൾ ഓരോ കാര്യങ്ങൾ, ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ, ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ട്, അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ സിലബസിന്റെ ഭാഗമായിട്ട് വരെ ഇത്തരത്തിലുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി സ്റ്റേറ്റിലേക്കും അതിന്റെ പാഠഭാഗത്തിന്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ നേരത്തെ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെ വളരെ നേരത്തെ ഇതിന് പ്രാപ്തരാക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് നടന്നു വരുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എല്ലാവരും സഹകരിക്കണം. അതോടൊപ്പം തന്നെ നിലവിൽ 7 ക്ലാസ്സുകൾ പൂർത്തീകരിച്ചു. ഇതിന്റെ ഫീ നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട ഇൻചാർജുള്ള ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും ഏൽപ്പിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതിൽ വിഭിന്നമായിട്ട് 4 ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമ്മൾ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഫീ അടക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ പരിപൂർണ പിന്തുണ ഉണ്ടാവണം. ഇതിന്റെ ഡെപ്ത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെ എൻകറേജ് ചെയ്യുകയും പിന്നീട് എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അറിയിക്കുകയും അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ പിന്തുണയും മറ്റും ആഗ്രഹിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾക്കെല്ലാം എല്ലാ കോഴ്സിനും താല്പര്യങ്ങൾക്കനുസരിച്ച് ഉൾക്കൊള്ളാവുന്ന കോഴ്സുകളെ കുറിച്ച് നമുക്ക് സമയത്തെക്കുറിച്ച് സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു.